ഇന്ന് പാലക്കാട് ചിറ്റൂരിൽ വീട്ടിലെ കുളിമുറിയിൽ കണ്ടെത്തിയ നവജാത ശിശുവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കുഞ്ഞ് മുലപ്പാൽ കുടിച്ചു തുടങ്ങിയതായി ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. 14 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയാണ് കുളിമുറിയിൽ ഉപേക്ഷിച്ചത്. അതാരാണെന്ന് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് മോർണിംഗ് ഷോയിൽ വരുന്നു. ഗുഡ് മോർണിംഗ് നിഖിൽ, പറയൂ. എസ്കേൻ, ഗുഡ് മോർണിംഗ്. ഇന്ദിരാനഗർ കോളനിയിലെ ഈ കുഞ്ഞിൻ്റെ കാര്യം ഇന്നലെ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഈ കുഞ്ഞിനെ തൊട്ടിയിൽ കാണപ്പെട്ടതിന് പിന്നാലെ തൊട്ടടുത്ത വീട്ടിലെ 4 കുട്ടികൾ പെൺകുട്ടികൾ ഓടിയെത്തി ഈ കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ആ കുട്ടികളെ ഓർത്ത് ആ നാട് അഭിമാനിക്കുകയാണ്. കാരണം ആ പെൺകുട്ടികളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ആ 14 ദിവസം മാത്രം പ്രായമായിട്ടുള്ള കുഞ്ഞിനെ തിരികെ മടക്കി കൊണ്ടുവരാൻ കഴിയില്ലായിരുന്നു. കുട്ടിയെ കാണാനില്ല എന്ന് കാണിച്ച് കുട്ടിയുടെ അമ്മ തൊട്ടടുത്ത വീട്ടിലിരിക്കുന്ന കുട്ടികളെ വിവരം അറിയിക്കും. തുടർന്ന് അവർ വീടിന് പരിസരത്തൊക്കെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് കുളിമുറിയിലെ തൊട്ടിയിൽ ഈ കുഞ്ഞ് വെള്ളത്തിൽ മലർന്നു കിടക്കുന്നതായി കണ്ടത്. ഉടനെ തന്നെ ഈ കുട്ടികളുടെ ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടൽ, അവർ കുഞ്ഞിനെ ആ തൊട്ടിയിൽ നിന്ന് എടുക്കുന്നു. ഉടനെ തന്നെ CPR അടക്കം നൽകിയാണ് കുഞ്ഞിനെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ഈ കുഞ്ഞിപ്പോൾ അപകടനില തരണം ചെയ്തതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആ കുട്ടി ഇപ്പോൾ മുലപ്പാൽ കുടിച്ചു തുടങ്ങിയിരിക്കുന്നു. സാധാരണ ജീവിതത്തിലേക്ക് ആ കുഞ്ഞ് മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. നമ്മൾ ഈ ഇന്നലെ വാർത്ത നൽകിയപ്പോൾ ഏറ്റവും അധികം കമന്റ് ബോക്സിലൊക്കെ ആളുകൾ ചോദിച്ചത്, എങ്ങനെയാണ് 14 ദിവസം മാത്രം പ്രായമായിട്ടുള്ളൊരു കുഞ്ഞ്, അമ്മയ്ക്കൊപ്പം കിടന്നിരുന്ന ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഈ കുളിമുറിയിലെ തൊട്ടിയിലെത്തുക എന്നുള്ളതായിരുന്നു. ചിറ്റൂർ പോലീസ് ഇക്കാര്യത്തിൽ പക്ഷെ ഒന്നും തുറന്നു പറയുന്നില്ല. ചിറ്റൂർ പോലീസിന് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൂർണ്ണമായ അന്വേഷണം പൂർത്തിയായ ശേഷം അറിയിക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും പലവിധ സംശയങ്ങൾ, പലവിധ ആകുലതകളൊക്കെ ഉണ്ട്. ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ സമീപവാസികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമ്മൾ തേടിയിരുന്നു. അതിലെല്ലാം അവർ പറയുന്നത് വളരെ അത്ഭുതകരമായാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം ഈ കുട്ടികൾ അവിടേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി നിൽക്കുന്ന തരത്തിലുള്ള കുട്ടിയായിരുന്നു. ഉടനെ തന്നെ അവർ ആ കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്നു. അപ്പോഴൊന്നും കുട്ടിക്ക് അനക്കമില്ല. CPR ഒക്കെ നൽകിയതിന് ശേഷമാണ് ഈ കുഞ്ഞ് കരഞ്ഞു തുടങ്ങിയത്. അപ്പോഴാണ് ആ കുട്ടികൾക്ക് ആശ്വാസമായത്. വളരെ പെട്ടെന്ന് അവർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അങ്ങനെയാണ് ആ കുഞ്ഞ് ജീവൻ രക്ഷിച്ചെടുക്കാനായത്. എന്തായാലും തുടരന്വേഷണം ചിറ്റൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. കൂടുതൽ പേരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പോലീസ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എന്തായാലും ആ കുഞ്ഞ് സുഖമായിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഓക്കെ നിഖിലെ, ഒരു കാര്യം കൂടി. അതായത് ഒരാൾ ചോദിക്കും, നാളെ രാത്രി 8 മണി മുതൽ പാലക്കാട് ജില്ലയിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടും എന്ന് പറയുന്നത് സുലൈമാൻ അബ്ദുൽ ഖാദറാണ് ചോദിക്കുന്നത്. അങ്ങനെ സംഭവം എന്തെങ്കിലും ഉണ്ടോ? ഒറ്റ വരി പറഞ്ഞാൽ. സുലൈമാൻ അബ്ദുൽ ഖാദർ നമ്മുടെ ഒരു സ്ഥിരം നമ്മുടെ പ്രേക്ഷകനാണ്. അദ്ദേഹം ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. സത്യമാണ് സ്കേൻ. എല്ലാവരും ശ്രദ്ധിക്കുക, പാലക്കാട് ജില്ലയിൽ നാളെ രാത്രി 8 മണി മുതൽ പെട്രോൾ പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കില്ല. അതിന് കാരണം എന്ന് പറയുന്നത്, മുൻകാലങ്ങളിലൊക്കെ ഈ ന്യൂ ഇയർ പാർട്ടിക്ക് മറ്റും പോകുന്ന ആളുകൾ ഈ പെട്രോൾ പമ്പ് ജീവനക്കാരെയും ഉടമകളെയും ഒക്കെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ട് നാളെ 8 മണിക്ക് ശേഷം പെട്രോൾ പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്നാണ് അവരുടെ യൂണിയൻ അറിയിക്കുന്നത്, അവരുടെ സംഘടന അറിയിക്കുന്നത്. 8 മണിക്കുള്ളിൽ പരമാവധി ആളുകൾ തങ്ങൾക്ക് പെട്രോളും മറ്റും വാങ്ങേണ്ടതുണ്ടെങ്കിൽ പമ്പുകളിൽ എത്തിയത് വാങ്ങാം. അതിനുശേഷം പമ്പുകൾ തുറന്ന് പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് അവരുടെ സംഘടന. നിഖില് ബന്ധുക്കളുടെ കാര്യം, അതായത് ഈ കുഞ്ഞിന്റെ ബന്ധുക്കളുടെ വാർത്ത ബൈറ്റ് അയച്ചു എന്നുള്ളല്ലോ, അതിലൂടെ നമ്മൾ കടക്കുകയാണ്. പാലക്കാട് ചിറ്റൂർ വീട്ടിലെ കുളിമുറിയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾ കൂടി പ്രതികരിച്ചു. ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവരൊന്ന് ജസ്റ്റ് സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ ഉടനെ പാലക്കാട് എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് എന്താ ചെയ്യണം എന്നുള്ളത് അറിയില്ല. എന്ന് വെച്ചാൽ കുട്ടി ശ്വാസം വിടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഞങ്ങൾ എന്നാൽ പിന്നെ നേരെ പൗത്രൻ ഡോക്ടറിനെ കൊണ്ടുപോയി. അവർ കൊണ്ടുപോയി നോക്കി പോലും ഇല്ല. അവരെന്ത് ചെയ്തു വെച്ചാൽ നേരെ നിങ്ങൾ പാലക്കാട്ടിലേക്ക് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ശരി എന്നാൽ അപ്പക്കുട്ടിയെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞാൽ നേരെ അവിടെയും പോയി. അവിടെ നോക്കുമ്പോൾ സാറ് അവിടെയില്ല, സാറ് പാലക്കാടാണെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇനി എന്താ ചെയ്യുന്നത് പറഞ്ഞു. ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ഷോപ്പിലേക്ക് പോയി. പിന്നെ ശരി, നിങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ഷോപ്പിൽ പോയി എത്തിയിട്ട് ഇവർ നോക്കുമ്പോൾ ഇവർ പാലക്കാട് പോകാൻ വേണ്ടി റെഡിയായിരുന്നു. അവിടേക്ക് ഇവിടുന്ന് മോള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ പാലക്കാട് പോകേണ്ട സമയമില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കരുണിയിൽ എത്തിക്കുക പറഞ്ഞു. ഞാൻ ശരി എന്ന് പറഞ്ഞാൽ വീണ്ടും അവനെ കോൺടാക്ട് ചെയ്തു. ശരി, നിങ്ങൾ കരുണിയിലേക്ക് പോകുമോ, പാലക്കാട് പോകാനുള്ള സമയമില്ല, നിങ്ങൾ കരുണിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ശരി എന്ന് പറഞ്ഞാൽ അവർ വണ്ടി തിരിച്ച് നേരെ കരുണിയിലേക്ക് എത്തിച്ചു. അവിടെ പോയ ശേഷം അവർ ഓക്സിജൻ കൊടുത്തു, ട്രീറ്റ്മെൻറ്റും ചെയ്ത ശേഷം അവർ അതിനുള്ള സൗകര്യം അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. പിന്നെ 108 ഫോൺ ചെയ്തു, അവർ വന്നു തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.